ജില്ലാ നേതൃത്വവും നേതൃത്വം സംസ്ഥാനത്തോട് അത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് ഇവിടെ മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കുമ്പോൾ അത് പാർട്ടി നേതാക്കന്മാരുടെ സീനിയോറിറ്റി, അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള സാമുദായിക ഇവിടെ അവരുടെയൊക്കെ ഒരു എല്ലാവരുടെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം കൂടെ വരുന്ന ഒരു സന്ദർഭത്തിൽ എപ്പോഴും എല്ലാ ജില്ലകൾക്കും അങ്ങനെ കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് പറയത്തില്ല. നമ്മുടെ ജില്ല മാത്രമല്ലല്ലോ, ഇവിടെ ഇടുക്കിയില്ല, കോട്ടയമില്ല, പത്തനംതിട്ടയില്ല, കാസർഗോഡില്ല, കോഴിക്കോടില്ല. അപ്പോൾ അങ്ങനെ പല ജില്ലകൾക്കും ആ രീതിയിൽ വന്നിട്ടുണ്ട്. ആകപ്പാടെ കോൺഗ്രസിന് 11 മന്ത്രിമാരേ ഉള്ളൂ. നമുക്ക് 14 ജില്ലകളാണ് നമുക്കുള്ളത്. ആ 11 മന്ത്രിമാരിൽ ഒരാൾ മുഖ്യമന്ത്രിയാണ്. പിന്നെ പോയിട്ട് 10 മന്ത്രിമാരുടെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പ്രമുഖ നേതാക്കളൊക്കെ ഇവിടെ ഈ ഇടുക്കിയിൽ വന്ന് പ്രചരണം നടത്തിയപ്പോഴൊക്കെ അവർ പറഞ്ഞിരുന്നു 5 സീറ്റ് കൊടുത്തതിന് ഉറപ്പായിട്ടൊരു മന്ത്രി തരും. അപ്പം 5 സീറ്റിലെ ഒരു മന്ത്രിയെ കൊടുക്കാമെന്നുള്ള അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും അങ്ങനെ അവർ പറഞ്ഞിട്ടൊന്നുമില്ല. 5 സീറ്റ് പിടിക്കണമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മന്ത്രിയെ കിട്ടണമെന്ന ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരാളുള്ളപ്പോൾ നമുക്ക് നല്ലതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ UDF-നും ഉണ്ടായിരുന്നു. നമ്മൾ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ജില്ല മാത്രമല്ലല്ലോ മന്ത്രിമാരില്ലാത്ത ജില്ല, ബാക്കിയുള്ള വേറെയും ജില്ലകളുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ ഈ കൂടെ ഒരു സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. ആ ഓരോ പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ തന്നെയല്ല, ജില്ലയ്ക്ക് മന്ത്രി ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇതിനു മുമ്പും ആ ജില്ലയിൽ 5 MLA-മാർ ജയിച്ചിട്ടുള്ള UDF-ന് 5 MLA-മാർ ജയിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. 20 വർഷത്തിന് മുമ്പും 5 MLA-മാരും കൂടെ ഇടുക്കി ജയിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമുക്ക് മന്ത്രി ഇല്ലായിരുന്നല്ലോ. അന്നില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടെ നമുക്ക് സംസ്ഥാനത്ത് നിന്ന് കിട്ടേണ്ട കൂടെ പരിഗണനയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് യാതൊരു കുറവും ഇടുക്കിയിലേക്ക് ഉണ്ടാവുകയില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇടുക്കിയെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കും. കാരണം M.M. മണി LDF-ന്റെ ഭാഗത്തു നിന്നും മന്ത്രിയായത് ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഇനിയൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ജില്ലയെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം അതിനകത്തെല്ലാം നമുക്കറിയാമല്ലോ. M.M. മണിയെ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി സീനിയോറിറ്റി. ശ്രീ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. അദ്ദേഹമാണ് നിയമസഭയിൽ പാർലമെന്ററി പാർട്ടി നേതാവ്. അപ്പം ആ പാർട്ടിക്ക് അനുവദിച്ച ഏക മന്ത്രിസ്ഥാനമാണ് അത് എടുക്കേണ്ടത് റോഷി അഗസ്റ്റിൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ 2 പേരുടെയും ഒരു സീനിയോറിറ്റി അതിനകത്ത് വലിയ ഒരു വലിയ പരിഗണന കിട്ടിയ ഒരു ഘടകങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് അവരെ മന്ത്രിസ്ഥാനത്തേക്ക് നയിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടി വരുമ്പോൾ ഏതെല്ലാം സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാണ് നിൽക്കുന്നത്, അവരെയൊക്കെ പരിഗണിക്കണ്ടേ? ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. വെൽക്കം ടു സെയിന്റ് ആന്റണീസ് കോളേജ് പെരുവന്താനം, where education meets excellence and dreams take shape. Established in 2013, AICTE approved, NAC accredited, UGC 2F recognized, the college is committed to quality education and career success. BCA, MCA, Cyber Forensic, Hotel Management with foreign internships, Fashion Designing, Psychology, BBA with Aviation, BCom with specializations in CMA and ACCA, MSW and BSW. With modern infrastructure, vibrant campus life and holistic development, we don't just offer degrees, we build futures. Admissions are now open. St. Anthony's College, Peruvandanam. Your journey to success begins here.